ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇറ്റ്സ് മീ ഫൗസിയ ബഷീർ. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയാലോ? ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് പണത്തെക്കുറിച്ചാണ് കേട്ടോ. പുതുവർഷത്തിൽ പണമഴ പെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കണേ. പുതുവർഷം ആരംഭിക്കാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? വരാനിരിക്കുന്ന വർഷം സന്തോഷത്തിൻ്റെതും ഐശ്വര്യത്തിൻ്റെയും ആവണേന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? കൂട്ടത്തിൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്തണേ. വാസ്തുശാസ്ത്ര പ്രകാരമല്ലേ പുതുവർഷത്തിൻ്റെ ഭാഗമായിട്ട് വീട് വൃത്തിയാക്കലും മറ്റു ഒട്ടുമിക്ക എല്ലാ ആളുകളും ചെയ്യാറുണ്ടല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ചില വസ്തുക്കൾ കൂടി ഒഴിവാക്കിയാൽ ജീവിതത്തിൽ നല്ല നന്മയും സൗഭാഗ്യവും ഒക്കെ നിലനിൽക്കും. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതെന്ന് ഒന്ന് നോക്കിയാലോ? പഴയ വസ്ത്രങ്ങൾ. പലപ്പോഴും ആളുകൾ വീടുകളിൽ ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ കൂട്ടിയിടാറുണ്ട് അല്ലേ? പഴകിയ വസ്ത്രങ്ങൾ, കിടക്കവിരികൾ, പുതപ്പുകൾ, ഷീറ്റുകൾ എന്നിവയൊക്കെ ഒഴിവാക്കുക. കീറിയതും പറഞ്ഞതൊക്കെ അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയേക്ക്, എന്നാലേ പുതിയതൊക്കെ വരുള്ളൂ കേട്ടോ. പിന്നെ പൊട്ടിയ ചവറ്റുകൊട്ട. തകർന്നതോ പൊട്ടിയതോ ആയ ചവറ്റുകൊട്ട വീട്ടിൽ സൂക്ഷിക്കുന്നതും അശുഭകരമാണ് കേട്ടോ. വാസ്തുശാസ്ത്ര പ്രകാരം പൊട്ടിയ ചവറ്റുകുട്ടകൾ സൂക്ഷിക്കുന്ന വീടുകളിലെ രോഗങ്ങളും ദാരിദ്ര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ പൊട്ടിയതൊക്കെ എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ ദൈവത്തിൻ്റെ പൊട്ടിയ ബിംബങ്ങൾ. വാസ്തുശാസ്ത്ര പ്രകാരം ദേവീ ദേവന്മാരുടെ പൊട്ടിയ വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ അശുഭകരമാണ്. വീട്ടിൽ ഇത്തരം വിഗ്രഹങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ അവ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് എന്താ ചെയ്യുക, പുതുക്കി പണിയുക എന്തെങ്കിലും ചെയ്യുക കേട്ടോ. പിന്നെ ക്ലോക്ക്. പ്രവർത്തനരഹിതമായ ക്ലോക്ക് മോശം സമയത്തിൻ്റെ പ്രതീകമാണ് നമുക്ക് നൽകുക. പല വീടുകളിലും ഇത്തരത്തിൽ ഓടാത്ത ക്ലോക്കുകൾ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കാറുണ്ട് അല്ലേ? ഇവയൊക്കെ ഒന്നെടുത്ത് മാറ്റിക്കളിട്ടോ. നമ്മളെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പറയുന്നത്. പിന്നെ പൊട്ടിയ പാത്രങ്ങൾ. വീടിൻ്റെ അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങൾ സൂക്ഷിക്കുന്നത് അശുഭകരമായി കണക്കാക്കുന്നു. ഇത്തരം വസ്തുക്കൾ ഉടനെ തന്നെ ഒന്നെടുത്ത് ഒഴിവാക്കണം കേട്ടോ. നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. പിന്നെ കീറിയ പുസ്തകങ്ങൾ. പഴയ പാത്രങ്ങളും കീറിയ പുസ്തകങ്ങളും വീട്ടിൽ സൂക്ഷിക്കുന്നത് സാധാരണമാണ്. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് വീട്ടിന് നെഗറ്റീവ് എനർജിക്ക് കാരണമാകും. ഇവയും പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കുക കേട്ടോ. കീറിയ ഒരുപാട് ബുക്കുകളും മക്കളെ പഴയ പുസ്തകങ്ങളൊക്കെ കൂട്ടിക്കിടക്കുന്നുണ്ടാവും അല്ലേ? അതൊന്നെങ്കിലും എടുത്ത് വിൽക്കുക. ഇപ്പോൾ നല്ല പൈസ കിട്ടുമല്ലോ, ബുക്കൊക്കെ എടുത്ത് തൂക്കി വിറ്റാൽ. എടുത്ത് വിൽക്കുക, അല്ലെങ്കിൽ എടുത്ത് കളയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നല്ല സൗഭാഗ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നെഗറ്റീവ് എനർജിയൊക്കെ നമുക്ക് ലൈഫിൽ നിന്ന് തുടച്ചു കളയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം കൂട്ടാനും മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മകൾ നിറഞ്ഞ ഒരു പുതുവത്സരാശംസകൾ ആശംസിക്കുന്നു. ബൈ ഓൾ.